3 start. Hello guys, assalamualaikum. Welcome back to YouTube channel. അപ്പൊ ഇന്നത്തെ വ്ളോഗ് പറയുന്നത് നമ്മള് നാട്ടില് പോവാണ്. നമ്മള് ഫ്ലൈറ്റില് പോവാണ് അല്ലേ. അപ്പൊ നമ്മള് നാട്ടില് പോണതിന്റെ കുറച്ച് പാക്കിങ്ങും പിന്നെ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ബേബി ഉണ്ടാ? എത്ര ബേബി ഉണ്ട്? ഓനുണ്ട്. ആരൊക്കെ ഉണ്ട്? ഫരിയാലുണ്ട്, പിന്നെ മോൾട്ടിന്റെ ബേബീസ് ഉണ്ട്. എത്ര? പിന്നെ ആൽഫുണ്ട്. എത്ര പോലെ ബേബിയാണ്. സായി കാക്കയാണ്. സായി കാക്കയല്ലോ. അപ്പൊ നമ്മള് നാട്ടില് പോവാണ്. ഫ്രൈഡേ ആണ് ഫ്ലൈറ്റ്. ഞാൻ വീഡിയോ ഇപ്പൊ തലേന്നാണ് എടുക്കുന്നത്. എന്നാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് അറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട എന്ത് പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ കുറേ ആയിട്ട് ഇപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ നല്ല ഡിലേ ആവുന്നുണ്ട്. ഞാൻ ഷെയിൻ്റെ ഹോൾ വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ തിരക്കിൽ പെട്ട് പിന്നെ കുറേ ആയിട്ട് മടിയും കയറിയിട്ടുണ്ട് നല്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് കൂടുതൽ വൈകാതെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാനും സായും കൂടിയും ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഡ്രസ്സ് ഫുള്ളായിട്ട് പാക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അസ്രാക്ക വന്ന ബാക്കിയുള്ള ഇതെടുത്ത് വെച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഡ്രസ്സസ് ഫുള്ളായിട്ട് ഞങ്ങൾ പാക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പാക്കിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സസൊക്കെ ഫുള്ളായി പാക്ക് ചെയ്ത് ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അസ്രാക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അസ്രാക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ കോബാറിലുള്ളൊരു ഡോണറ്റ് ഷോപ്പുണ്ട്. ഞാൻ ഡോണറ്റിൻ്റെ അത്ര വലിയ ഫാനൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ ഡോണറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇവിടെ കോബാർ ദമാമിലുള്ള എല്ലാവർക്കും ഈ ഒരു സ്പോട്ട് എന്തായാലും അറിയുണ്ടാവും. ഞാനിവിടുന്ന് ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്, അതായത് നമ്മൾ പോണ അന്ന് മോർണിംഗിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ MTന്ന് ഞങ്ങൾ മധുഹൂദ് റൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അസ്രാക്ക് ജുമ്മ പോയി വരുമ്പോൾ കൊടുന്നതായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഇത് ഞങ്ങൾ മിക്കവാറും ഫ്രൈഡേസിൽ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവരെ ഒരു ചിക്കൻ്റെ ഒക്കെ നല്ല ജ്യൂസി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഞാൻ അങ്ങനെ അറബിക് ഫുഡിൻ്റെ വലിയ ഫാനൊന്നുമില്ല, പക്ഷേ ഈ ഒരു റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു ഷോപ്പത്തെ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ക്ലീനിങ്ങും പാക്കിങ്ങൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ചെയ്തതാണെന്ന് മനസ്സിലാവണില്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ വന്നിട്ട് ഞങ്ങൾ ആദ്യം അവരായിട്ട് യാത്ര അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പാർട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ വല്ലാണ്ട് മിസ് ചെയ്യണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാ റൂമും അതേപോലെ ഫ്രണ്ട്സും എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഉണ്ടാവാറ്. മിക്ക ഫ്രൈഡേസും തേഴ്സ്ഡേസിലും ഞങ്ങൾ ഒന്നിച്ച് കൂടാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ വല്ലാണ്ട് മിസ് ചെയ്യണ പോലെ തോന്നുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും ആ വീട് ഇപ്പം ഞാനൊരു 10 months ആയിട്ട് അവിടെ തന്നെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സങ്കടമൊക്കെ പോലെ തോന്നുന്നു. ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ തന്നെ നാട്ടിലേക്ക് പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പോരാത്തതിന് ഒരു 1 week അസറാക്ക് കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സങ്കടവും ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഭവൻ പോസ്റ്റിൽ പോയിട്ട് ഫുഡ് പാർസൽ ചെയ്യാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാണ്ട് മിസ് ചെയ്യണ പോലെയൊക്കെ തോന്നുക. ഇത് എനിക്ക് അവിടുത്തെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഡൈനാമൈറ്റ് ചിക്കൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് മോൻ്റെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിൽ പോയി. അവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം കുറച്ചൊക്കെ ലേറ്റായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വേഗം കേച്ചിലായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമുക്ക് അധികം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്നപ്പോഴേക്കും ഫ്ലൈറ്റും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയത് തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരു കണക്കിലും നന്നായി. പെട്ടത് കൂടുതലും മോനായിട്ട് എയർപോർട്ടിൽ കൂടുതൽ നേരം ഇരിക്കേണ്ടി വന്നില്ല. ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സായിനെ പിടിച്ചിരുത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവന് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ നാട്ടിലെത്തിയപ്പോഴത്തേന് ഭയങ്കര വാശിയാവും ആൾ. അങ്ങനെ ഒരു വിധത്തിൽ അവനെ പിടിച്ചിരുത്തി ഉറക്കി. ഞാൻ ആദ്യമായിട്ടാവട്ടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഉറങ്ങാതിരിക്കുന്നത്. സാധാരണ ഞാൻ ഫ്ലൈറ്റിലായാലും കാറിലായാലും ഞാൻ കയറിയപാട് ഉറങ്ങുന്ന ആളാണ്. ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് നാട്ടിലെത്തണ വരെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ ഒരു 8 AM ആയപ്പോഴേക്കും നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു ലാൻഡിങ്. അപ്പോൾ അതേ ദിവസം തന്നെ എൻ്റെ സിസ്റ്ററും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ 8:30ക്കാണ് ലാൻഡിങ് മസ്കറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുറച്ച് നേരം അവൾ അവിടെ വെയിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ 3 മക്കളായിട്ട് വരുന്ന കാരണം ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു. ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലഗേജൊക്കെ കിട്ടി നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസറാക്കാട് ഉപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ ബ്രദറിൻലോയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും. ഇതിപ്പോൾ സായി ഉപ്പാനെ കണ്ടിട്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് പോണ പോക്കാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നെയ്റോസ്റ്റും ഒക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. കാറിൽ കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് എണീറ്റുണ്ടായിരുന്നത്. നാട്ടിൽ നമ്മൾ വീട് വരുന്നത് മലപ്പുറം വളാഞ്ചേരിയിലാണ് കേട്ടോ. വളാഞ്ചേരി ടൗണിൽ തന്നെയാണ് നമ്മളെ വീട്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലങ്ങനെ ഉമ്മൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ സിസ്റ്ററിലോ, അതായത് അസ്രാഖാൻ്റെ സിസ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെ മദർ കെയറിലാണ്. അപ്പോൾ ഉമ്മൊക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പിന്നെ വീട്ടിൽ മൂത്തമ്മയാണ് ഉള്ളത്. അങ്ങനെ എല്ലാവരെയും കണ്ട് നമ്മൾ നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. അപ്പോഴേക്കും സായി റൂമിൽ കയറിയ പാട് അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനക്ക് നിപ്പിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ ടോയ്സും ഒക്കെ കാണായിട്ടും വലിച്ചിട്ടായിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ്റെ ഫുള്ള് കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചൊന്ന് ഇറങ്ങി എണീറ്റിട്ട് നേരെ എൻ്റെ വീട്ടിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ സിസ്റ്റർ വന്ന കാര്യം വീട്ടിലാരും അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് പിന്നെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ മക്കളെ എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത്. ഉപ്പാക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അവൾ വന്നിക്കണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഉമ്മാനെ കളിയാക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൾ വരും എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ട് ഇപ്പം ഉമ്മാനായിട്ടൊരു കളിയാക്കുന്ന സീനായിരുന്നു. ആദ്യം പറയായിരുന്നെങ്കിൽ ഞാനൊരു ഷർട്ടെങ്കിലും എടുത്ത് വിടൂലായിരുന്നു പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയാൻ കേട്ടപ്പം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഫാമിലിയെ ഓരോരുത്തരായിട്ട് പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ്. എന്തായാലും ഇൻഷാല്ലാ ഫുൾ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ വീഡിയോസിലുള്ളത്. അപ്പോൾ വന്നപാട് കുറച്ച് തിരക്കിൽ പെട്ടിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണത് തന്നെ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. മോൻ അഡ്മിഷൻ എടുക്കലും ഓരോന്നായിട്ട് അങ്ങനെ കുറച്ച് തിരക്കിൽ പെട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.